ഇന്ന് നമ്മൾ പപ്പടം വളരെ സിമ്പിളായിട്ട് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഉഴുന്ന് പരിപ്പാണ് വേണ്ടത്. ഉഴുന്ന് പരിപ്പ് ആദ്യം തന്നെ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ്. വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര പൊടിച്ചാലും കുറച്ച് തരി കാണും. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കണം. നല്ല നൈസായിട്ടുള്ള പൊടിയായിരിക്കണം. ഈ ബാക്കി വരുന്ന ഈ തരി കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് സാധാരണ ഇഡ്ഡലിക്കൊക്കെ നമ്മൾ ഉഴുന്ന് കുതിരാൻ വെക്കുമല്ലോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് കുതിർത്തതിന് ശേഷം നമ്മൾ സാധാരണ അരയ്ക്കുന്ന പോലെ അരച്ച് ഇഡ്ഡലി മാവിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. കളയേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ബാക്കിയുള്ള ഉഴുന്ന മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. 1 കപ്പ് ഉഴുന്ന പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ 1 കപ്പിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കണം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളം വേണ്ടി വരും ഇത് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം ചേർക്കുമ്പോൾ ഒറ്റയടിക്ക് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. നല്ല ടൈറ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. വെള്ളം കൂടുതലായി പോരുത്. 1/2 കപ്പ് തന്നെ മതിയാവും. ഇതിപ്പോൾ കുഴയ്ക്കാനായിട്ട് 1/2 കപ്പ് തന്നെ മുഴുവനായിട്ടും വേണ്ടി വന്നില്ല. നല്ല ടൈറ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ 1/2 കപ്പിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം വേണ്ടി വന്നു ഇത് കുഴയ്ക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിരിക്കണം. ഇതിനി നമ്മൾ വലിച്ച് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. മാക്സിമം ഒരു 5 മുതൽ 8 മിനിറ്റ് വരെയെങ്കിലും രീതിയിൽ ഇങ്ങനെ നമ്മളിത് കുഴച്ചാലേ നമുക്ക് ശരിക്കും ഈ മാവ് ശരിയായി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ മാവ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ മുറിയുന്നുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ആവരുത്. നമുക്ക് വലിച്ചെടുക്കുമ്പോൾ കുറച്ച് മാവ് വലിയുന്ന ഒരു പരുവം ആവണം. ആ രീതിയിലാവുന്നത് വരെ നമ്മൾ ഇതുപോലെ തന്നെ കുഴച്ചെടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ 5 മുതൽ 8 മിനിറ്റെങ്കിലും ഇതുപോലെ തന്നെ വലിച്ച് മാവ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തുകൊണ്ടിരിക്കണം. ഈ മാവ് നല്ല കട്ടിയായ കാരണം തന്നെ നമ്മളിത് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് കൈ കുറച്ച് ഡ്രൈ ആവും. അപ്പോൾ അന്നേരം കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തൊട്ട് പരത്തിയതിന് ശേഷം ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ മതിയാവും. നമ്മളിത് ചെയ്യുന്നോറും മാവ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് മാവ് കുറച്ച് സോഫ്റ്റുമായി. ഇപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് നമ്മൾ വലിക്കുമ്പോൾ പൊട്ടുന്നില്ല, കുറച്ചൊന്ന് വലിയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ ഒരു പരുവം ആവുന്നത് വരെ നമ്മൾ ഇതുപോലെ തന്നെ വലിച്ച് കുഴച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മാവ് പൊട്ടി പോകുന്നില്ല, കുറച്ചൊന്ന് വലിയുന്നുണ്ട്. ഈ ഒരു പരുവം ആവുന്നത് വരെ കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് 1 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് നീളത്തിൽ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ചെറിയ പപ്പടമായിട്ട് കിട്ടും. കുറച്ചും കൂടി വലുപ്പത്തിൽ വേണമെങ്കിൽ 1.5 ഇഞ്ച് വരെ നമുക്ക് നീളം വെച്ച് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ മൈദ എടുക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കാം. ഞാനിവിടെ അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ പൂരിക്കൊക്കെ പരത്തുന്ന രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. പക്ഷേ നല്ല നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നല്ല കനം കുറച്ച് പരത്തിയെടുക്കുക. ഇനി ഇത് നമ്മൾ പരത്തിയതിന് ശേഷം റൗണ്ട് ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു അടപ്പ് വെച്ച് നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നല്ല ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അളവിൽ നിന്നും നമുക്കൊരു 30 പപ്പടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല കനം കുറച്ച് പരത്തിയതിന് ശേഷം നമുക്ക് ഇത് വെയിലത്ത് വെക്കണം. വെയിലത്തെന്ന് വെച്ചാൽ ഒരുപാട് സമയം വെക്കരുത്. മാക്സിമം ഒരു 5 മിനിറ്റ് വെച്ചാൽ മാത്രം മതിയാവും. വെയിലത്ത് വെച്ചതിന് ശേഷം ഒരു സൈഡ് ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും അതേപോലെ ആക്കി ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാവും. കൂടുതൽ സമയം വെക്കേണ്ട. പപ്പടത്തിൽ കുറച്ചൊരു ഈർപ്പം കാണണം. അപ്പോൾ നമ്മളിതെല്ലാം 5 മിനിറ്റ് വെയിലത്തിട്ട് എടുത്ത പപ്പടമാണിത്. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷേ കുറച്ചൊരു സോഫ്റ്റുമാണ്. നമുക്ക് ആ ഒരു പരുവം അറിയാമല്ലോ. ഇതിന് നമുക്കൊരു കവറിലൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് 1 മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പപ്പടം പരത്തുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ കനം കുറച്ച് പരത്തിയെടുക്കണം. കാരണം നമ്മളിത് വെയിലത്ത് വെച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലേ പപ്പടം നന്നായിട്ട് പൊന്തി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി പപ്പടം വറുത്തെടുക്കാം. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് പപ്പടം ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ പൊങ്ങി കിട്ടും. ഓരോ പപ്പടം ഇതേപോലെ തന്നെയായിരിക്കും, നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും. നമ്മൾ എത്രത്തോളം അത് കുഴച്ചെടുക്കുന്നു അത്രയും നന്നായിട്ട് പപ്പടം പൊങ്ങി കിട്ടും. വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മാക്സിമം നമുക്കൊരു 1/2 മണിക്കൂർ മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അത്രയും സിമ്പിളാണ്.
പിന്നെ നമ്മളിത് ഉണക്കുന്ന സമയത്ത് ഒരുപാട് സമയത്ത് ഉണക്കേണ്ട ആവശ്യമില്ല. കുറേ സമയം ഉണങ്ങിയാലും പപ്പടം ശരിക്കും പൊന്തിക്കിട്ടില്ല. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പപ്പടത്തിനേക്കാളും ടേസ്റ്റ് ഉണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ കുഴയ്ക്കുന്നതും പരത്തുന്നതും ശ്രദ്ധിച്ചാൽ മാത്രം മതി. പെർഫെക്റ്റ് ആയിട്ടുള്ള പപ്പടം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്